വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് രസായനം. രസായനത്തെ പറ്റി പറയുകയാണെങ്കിൽ കാസർഗോട്ടെ ഒരു മധുര വിഭവമാണ് രസായനം. വരൂ നോക്കാം നമുക്ക് രസായനം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. രസായനത്തിലേക്കുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചത്. 400 ഗ്രാം ശർക്കര ചിരണ്ടി വെച്ചത്, ഒരു തേങ്ങ ചിരകിയത്, 50 ഗ്രാം എള്ള്, 1 കിലോ ഞാലിപ്പൂവൻ പഴം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എള്ളിട്ട് ഒന്ന് വറുക്കാം. ഈ രസായനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഈ എള്ള് ചൂടാക്കാൻ വേണ്ടി മാത്രമേ സ്റ്റൗ ഓണാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ തീണ്ട ആവശ്യമേ ഇല്ല. എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി എള്ള് പൊട്ടി കഴിഞ്ഞാൽ ഇത് സ്റ്റൗ ഓഫാക്കാം. എള്ള് വറക്കുന്നതിന് മുമ്പ് ഞാൻ എള്ള് കഴുകി ചെളിയെല്ലാം കളഞ്ഞ് ഒന്ന് കുറച്ച് നേരം ഉണക്കിയിട്ടാണ് ഇത് പിന്നെ വറക്കുന്നത്. തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാല് എന്ന് വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തേങ്ങാപ്പാലിലേക്ക് ശർക്കര ഇട്ട് ഒന്ന് അലിയിച്ചെടുക്കുകയാണ്. ഞാൻ കത്തി ഉപയോഗിച്ചാണ് ശർക്കര ചിരണ്ടി വെച്ചത്. ചിരണ്ടി കുറച്ച് നേരം വെച്ചാലും അതിന് ബലം വരുന്നുണ്ട്. അതാണ് ഒന്ന് അലിയിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ശർക്കര അരിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ തേങ്ങാപ്പാലും ഒഴിച്ച് ഇളക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. രസായനം പല ടൈപ്പിലും ഉണ്ടാക്കാം. പഴം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഇനി ഈ പഴം കുറച്ചെടുത്ത് ആപ്പിളും പൈനാപ്പിളും മുന്തിരി ഇട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇനി മാങ്ങയുടെ സീസൺ ആണെങ്കിൽ മാങ്ങയും ഈ കൂട്ടത്തിൽ ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഇത്. രസായനം റെഡിയായി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.